അജ്മലിന്റെ theboarderofamind.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു സംഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അജ്മൽ എഴുതിയ മേക്കിംഗ് ഇറ്റ് എന്നൊരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ ബോർഡർ ഓഫ് എ മൈൻഡ് ഓർക്കുന്നുണ്ടല്ലേ? അജ്മലിന്റെ ചിന്തകളും പിന്നെ കല, എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പങ്കുവെക്കുന്ന ഒരു സ്പേസ്. തീർച്ചയായും ഈ മേക്കിംഗ് ഇറ്റ് എന്ന പോസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിജയമെന്ന് കരുതുന്ന പലതിനെയും അജ്മൽ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ പുറമേ കാണുന്ന അംഗീകാരങ്ങൾ, അതിനപ്പുറം സ്വന്തം ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് അതുണ്ടല്ലോ, അതാണിതിലെ പ്രധാന ആകർഷണം. അതെ, അജ്മല് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു കാലത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുക, അംഗീകാരം നേടുക, അതൊക്കെയായിരുന്നു വിജയമെന്ന് താനും വിശ്വസിച്ചിരുന്നു എന്ന്. അത് നമ്മളിൽ മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും അല്ലേ? ശരിയാണ്, അതൊരു സാധാരണ ചിന്തയാണ്. പക്ഷേ അജ്മൽ പറയുന്നത് കാലക്രമേണ അദ്ദേഹത്തിന് പ്രചോദനമായത് മറ്റുള്ളവരാണ് എന്നാണ്. അതായത് വലിയ ഒറ്റപ്പാടൊന്നുമില്ലാതെ എന്നാൽ വളരെ ലക്ഷ്യബോധത്തോടെ ശാന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവർ, സ്വന്തം യാത്രയിൽ സന്തോഷം കണ്ടെത്തുന്നവർ. അപ്പോൾ ഇത് ഈ പുറമെയുള്ള അംഗീകാരങ്ങളിൽ നിന്ന് ഒരു ആന്തരികമായ സംതൃപ്തിയിലേക്കുള്ളൊരു മാറ്റമാണ് കാണിക്കുന്നത്. theboarderofamind.com അദ്ദേഹത്തിന്റെ പല എഴുത്തുകളിലും ഇത് കാണാം. പക്ഷെ ഒരു സംശയം, ഇങ്ങനെയുള്ള ശാന്തമായ ജീവിതങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിജയം, അതൊക്കെ ഈ കാലത്ത് ശ്രദ്ധിക്കപ്പെടുമോ? നമ്മളിപ്പോ എപ്പോഴും വലിയ ശബ്ദങ്ങളെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അതൊരു നല്ല പോയിന്റാണ്. ശരിയാണ്, ഒരുപക്ഷെ അത്ര ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അജ്മലിന്റെ പോയിന്റ് അതല്ല. യഥാർത്ഥ സംതൃപ്തിക്ക് ഈ പുറമേയുള്ള ശ്രദ്ധയുടെ ആവശ്യമില്ല എന്നാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു സൂര്യാസ്തമയം കണ്ട് നടക്കുമ്പോഴുള്ള സമാധാനം, ഇതൊന്നും ആരും വലിയ വിജയമായിട്ട് ആഘോഷിക്കില്ലായിരിക്കാം. പക്ഷേ അതിലൊരു പൂർണ്ണതയുണ്ട്. സ്വന്തം ജീവിതം, അത് നമ്മുടേതായി ജീവിക്കുന്നതിലൊരു ശക്തി, അതാണ് പ്രധാനം. ഓക്കെ, അപ്പോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനേക്കാൾ സ്വന്തം മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണോ കാര്യം? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി അല്ലാതെ സ്വന്തം ആത്മാവിന്, മനസ്സിനൊരു നിറവ് കിട്ടാൻ വേണ്ടി ജീവിക്കുക. ഇതിനെയാണ് അജ്മൽ ജീവിതകലയിൽ വൈദഗ്ധ്യം നേടുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി വലുതായി ചിന്തിച്ചാൽ ഇത് നമ്മുടെയൊക്കെ ഉള്ളിലെ മൂല്യങ്ങളിൽ ശ്രദ്ധിക്കാനും പുറത്തുനിന്നുള്ള പ്രഷറുകളെ അതിനെ മറികടന്ന് സ്വന്തം സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്. അപ്പോ യഥാർത്ഥ സന്തോഷം ഈ പുറമേ കാണുന്ന അംഗീകാരങ്ങളിലല്ല, നേട്ടങ്ങളുടെ ലിസ്റ്റിലുമല്ല, മറിച്ച് നമ്മൾ ആരാണോ ആ അസ്തിത്വത്തിൽ ഒരു സമാധാനം കണ്ടെത്തുക, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരർത്ഥം കണ്ടെത്തുക, ഓരോ നിമിഷത്തിലും ജീവിക്കുക, അതാണ്. അതെ, അദ്ദേഹം അവസാനം മേക്കിംഗ് ഇറ്റ് എന്നതിനെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങൾ ആരാണോ, നിങ്ങൾ എവിടെയാണോ ആ അവസ്ഥയുമായി സമാധാനത്തിലാവുക എന്നതാണ്. ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ? ഈ സമൂഹത്തിന്റെ പ്രതീക്ഷകളും സമ്മർദ്ദങ്ങളും ഒക്കെ മാറ്റിവെച്ച് എങ്ങനെയാണ് നമ്മൾ സ്വന്തം വഴി കണ്ടെത്തുക, സ്വന്തം സമാധാനം കണ്ടെത്തുക? തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അജ്മലിന്റെ ചിന്തകൾ വിജയത്തിന് വളരെ വ്യക്തിപരമായ, ശാന്തമായ ഒരു മാണം നൽകുന്നു എന്നതാണ്. പുറമേയുള്ള ആരവങ്ങൾക്കപ്പുറം ആന്തരികമായ സമാധാനമാണ് പ്രധാനം എന്നൊരു സന്ദേശം. അതെ, ഈ ചിന്തകൾ അജ്മലിന്റെ theboarderofamind.com എന്ന ബ്ലോഗിലെ ഒരു ഭാഗം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കല, പിന്നെ മറ്റ് എഴുത്തുകൾ, ദൃശ്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഈ ആശയത്തിന് കൂടുതൽ ആഴം കിട്ടും. അതൊരു വ്യത്യസ്തമായ ലോകം തന്നെയാണ് ആ വെബ്സൈറ്റ്. തീർച്ചയായും അജ്മലിന്റെ മേക്കിംഗ് ഇറ്റ് എന്ന ഈ പോസ്റ്റ് മുഴുവനായും വായിക്കാനും അദ്ദേഹത്തിന്റെ മറ്റു വർക്കുകൾ, കലകൾ, എഴുത്തുകൾ, പിന്നെ ഈ ചിന്തകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയ പോഡ്കാസ്റ്റുകൾ കൂടിയുണ്ട് അവിടെ. അതൊക്കെ അറിയാനും theboarderofamind.com സന്ദർശിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അജ്മലിന്റെ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചകൾ തുടരും. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുറമേയുള്ള ശബ്ദങ്ങൾക്കപ്പുറം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മേക്കിംഗ് ഇറ്റ് അഥവാ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത്? അതിനെ നിങ്ങൾ എങ്ങനെ നിർവചിക്കും? ഈ ചോദ്യത്തോടെ ഇന്നത്തെ സംഭാഷണം നമുക്ക് നിർത്താം. അടുത്ത ചർച്ചയിൽ വീണ്ടും കാണാം.